വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദിവിൻ പത്തനാപുരത്തിന്റെയും ടീമിന്റെയും സ്നേഹാഭിവാദ്യങ്ങൾ. ഈ കഥ തുടങ്ങുന്നതിന് മുൻപ് എന്റെ പിൻപിൽ അണിനിരനിൽക്കുന്നത് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോവുകയാണ്. കീബോർഡിൽ പുത്തൂർ ബിജു, സിമ്പിൾ കരിയപ്ലാവ് ആൽവിൻ, സൈഡ് ഡ്രം പട്ടാഴി സജി, ഡ്രം കങ്ങഴ അനീഷ്. എന്റെ ഇന്നത്തെ കഥയുടെ പേരാണ് പ്രപഞ്ചത്തിന്റെ ഉദയ നക്ഷത്രം. തുംഗപ്രതാപമാർന്ന ശ്രീ യേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീ യേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിണി, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിണി, വണങ്ങിടുന്നടിയ അവപാദങ്ങൾ ആശ്രയമേ, വണങ്ങിടുന്നടിയ അവപാദങ്ങൾ ആശ്രയമേ. അവർ നാളെ കണ്ടോ? അദ്ദേഹമാണ് ആ കാലഘട്ടത്തിലെ റോമൻ ചക്രവർത്തിയായിരുന്ന ഔഗസ്തോസ് കൈസർ. ഔഗസ്തോസ് കൈസർ ഒരു ദിവസം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പേരുവഴി ചാർത്തണം, കാലേശുമാരി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൻസസ് എടുക്കണം. നസ്രത്തിൽ ഗലീല പട്ടണത്തിൽ മറിയ എന്ന യുവതിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ജെറുസലേമിലെ ബേത്ലഹേം പട്ടണത്തിലെ ജോസഫാണ് മറിയയുടെ പ്രതിശുദ്ധ വരൻ. നാടും നഗരവും വീടുമെല്ലാം ആനന്ദത്തിലാണ്. കാരണം കല്യാണത്തിന്റെ അടുത്ത് അതിഥികളൊക്കെ കടന്നു വരും. ഒരു ദിവസം മിന്നിത്തിളങ്ങുന്ന കണ്ണുള്ള ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആ പദം നിങ്ങൾ ശ്രമിച്ചോ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അല്ലാതെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി എന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയ കേട്ടിട്ട് ഭയപ്പെട്ട്, ഏതാണ് ഈ ശബ്ദം? ഞാൻ ഇങ്ങനെ ഒരു വന്ദനം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ദൂതൻ വീണ്ടും ആവർത്തിച്ചു: മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ യാക്കോബ് ഗൃഹത്തിന് ഒരു രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല. മറിയ പറയാണ്: ഞാൻ കന്യകയാകുന്നത് എങ്ങനെ സംഭവിക്കും? വീണ്ടും ദൂതൻ ആവർത്തിച്ചു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൂതൻ കടന്നുപോയി. ദൂതന്റെ പ്രവചനം നിവൃത്തിയാകുമ്പോൾ മറിയ ഗർഭിണിയായി. ഇത് കേട്ട ജോസഫ് തന്റെ മുറിക്കുള്ളിൽ ചഞ്ചലചിത്തനായി ഉലാവുകയാണ്. എന്താണ് ഞാൻ കേൾക്കുന്നത്? എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയെന്നോ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അവളെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ അവരെ കല്ലെറിഞ്ഞ് കൊല്ലും. അതിനുകൊണ്ട് അവളെ വീക്ഷിക്കാം. അങ്ങനെ ജോസഫ് ഉറക്കത്തിലായി. ഉറക്കത്തിൽ ജോസഫിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ദാവീദിന്റെ മകനായ ജോസഫേ, എന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളെ ഉൽപ്പാദനമായി പരിശുദ്ധാത്മാവിലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അവന് യേശു എന്ന് പേരിടണം. ജോസഫ് ഉറക്കമുണർന്നു. തന്റെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ജോസഫ് ഇങ്ങനെ പാടി: കാലേശ്വരയുടെ കൽപ്പന കാതിൽ പതിച്ചുമ്പോൾ യോസഫ് അസ്വസ്ഥനായിരുന്നു. അതെ, ഈ സമയത്ത് ഒരു യാത്ര. 9-ാം മാസത്തിൽ അവശതയിൽ തന്റെ പ്രിയപ്പെട്ടവളുമായി തന്റെ പ്രിയപ്പെട്ടവളെ കൊണ്ട് ഇത്രയധികം ദൂരം ഞാൻ യാത്ര ചെയ്യണമോ? കൽപ്പന പുറപ്പെടുവിച്ചത് ഔഗസ്തോസ് കൈസർ ആണെങ്കിലും കാർക്കശ്യം ദൈവത്തിന്റെ അത്ര. 700 സംവത്സരങ്ങൾക്ക് പിറകിൽ ബേത്ലഹേമിൽ നിന്ന് 50 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായുള്ള യഹൂദ മലനാട്ടിലെ ഗത്തിന് സമീപമുള്ള മോരേശ്യത്തിൽ നിന്ന് കരിഞ്ഞുണങ്ങി ഇസ്രായേൽ പ്രദേശങ്ങളുടെ മേൽ പുതുമിഞ്ഞ് വീടുകൊണ്ട് ഒരു പ്രവചന ശബ്ദം മുഴുകയുണ്ടായി. ആ പ്രവചന ശബ്ദം എന്താ? നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. പ്രവാസത്തിന് ഇരുമ്പ് ദുഃഖങ്ങൾ മുതുകിൽ അമരുമ്പോഴും ബേത്ലഹേമിലെ പൊടി നിറച്ച നടവഴികൾ ഒരു കാലച്ച കാത്തുകൊണ്ടിരുന്നു. എന്താണ് കാലച്ച? കാതുകളെ കേൾക്കുന്നു
സ്ഥലത്ത് വഴി ദൂരമുണ്ട്. സാധാരണ യാത്രക്കാർക്ക് നസ്രത്തിൽ നിന്ന് എഫ്രാത്തിലെത്തുവാൻ, എന്നാൽ നിറവേറുമായ തന്റെ പ്രിയപ്പെട്ടവളെയും കൊണ്ട് എത്താൻ കഴിയുമെന്ന സംശയം യോസഫ് ഒരു ദിവസം മുന്നമേ വീട് കൂട്ടി ഇറങ്ങി. 150 കിലോമീറ്ററുകൾ താണ്ടണം. അപകടം നിറഞ്ഞ വഴിത്താറുകൾ, പകലത്തെ അതികഠിനമായ ചൂട്, ഗലീല കടലിൽ ഉപ്പുരസം വഹിച്ചുകൊണ്ട് മധ്യധരണിയായി നിന്ന് വീശിയടിക്കുന്ന വരണ്ട കാറ്റ്, രാത്രിയിൽ വിശ്രമ കേന്ദ്രങ്ങളിലെ പരിതാപകരമായ അവസ്ഥ, പ്രപഞ്ചത്തിന്റെ ഉദയ നക്ഷത്രത്തെ ഉദരിൽ വഹിക്കുന്ന അമ്മ മനസ്സ് ആരാഞ്ഞറിവാൻ ഞാനൊന്ന് ശ്രമിച്ചു. ആ അമ്മയുടെ മനസ്സ് പറയും, യാഹുവേ, ഇത്രത്തോളം വേണമായിരുന്നു. സ്വർഗം മുഴുവൻ ഈ ദാസിയുടെ മുൻപിൽ നിന്ന് പറഞ്ഞപ്പോൾ മുൻപിൽ നോക്കാൻ നൽകിയ മറുപടിയുടെ വില പോരായിട്ടാണോ ഈ അതികഠിന യാത്ര? തുറച്ചു നോട്ടങ്ങൾ, അടക്കപ്പിടിച്ച സംഭാഷണങ്ങൾ, കുത്തുവാക്കുകൾ, നിന്റെ കൃത്യങ്ങൾ പോലും നേരവണ്ണം ചെയ്യാനാകാത്ത കഴിഞ്ഞുപോയ രാത്രികൾ, ഒടുവിൽ എല്ലാത്തിനെയും ആകെത്തുക എന്ന് വണ്ണം നിരസിക്കാനാവാത്ത ഈ യാത്രയിൽ ബേത്ലഹേം, നീ ഇനി അകലെയാണോ? അമ്മയുടെ നോവറിഞ്ഞിട്ടാവണം ആ ഓമനകുമാരൻ ഉള്ളിൽ ശാന്തനായി ഉറങ്ങി. ഉൾമീയുറങ്ങ്, ഉണ്ണീയുറങ്ങ്, ഉണ്ണീയുറങ്ങുറങ്ങ്. മെഗിദോ താഴ്വരയെ വഴി യഹൂദിയ മരുഭൂമിയുടെ അരികു പറ്റി റാഹേലിന്റെ കല്ലറത്തോടെ സമീപത്ത് കൂടി കിതച്ചും ആ കുടുംബത്തിന്റെ അല്ല മാനവരാശിയുടെ സ്വർഗത്തിന്റെ സമ്മാനത്തിന്റെ ഭാരവും ഉള്ളിൽ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും ഭാഗ്യവതിയായ കഴുത യാത്ര തുടർന്നു. ബേത്ലഹേമിലെ രാത്രി പട്ടണത്തിൽ അപൂർവമായി തിരക്കനുഭവപ്പെടുകയാണ്. വഴിയമ്പലങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. അവർക്ക് മാത്രം ഇടമില്ല. അതിവേദനപ്പെടുന്ന പ്രിയതമയുടെ നിരക്കം കാതുകളിൽ പതിഞ്ഞപ്പോൾ ജോസഫ് ഓരോ വീടുകളിലെ കഥകളിൽ ആനടിച്ചു. എല്ലായിടത്തും ഒരേ സ്വരം, നിങ്ങൾക്ക് മാത്രം സ്ഥലമില്ല. അങ്ങനെ ഏതോ ഒരു വഴിത്താരിൽ അവൻ ഭൂജാതനായി. പ്രപഞ്ചത്തിന്റെ ഉദയനക്ഷത്രം ഭൂജാതനായി. ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അവൻ ഭൂജാതനായി. ലോകരക്ഷിതാവേ, അങ്ങയുടെ ഉത്ഭവത്തെ ഒരു രാജാവിനെ പോലെ മാളികയിലോ കൊട്ടാരത്തിലോ ഉണ്ടായില്ല. ഉത്തരം, എന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ഞാൻ ദരിദ്രനായി തീർന്നിരിക്കുന്നു. അങ്ങനെ യേശുവിനെ ശീലങ്ങളാൽ പൊതിഞ്ഞ് ഗോശാലകളിൽ കിടത്തി. കുഞ്ഞുടുപ്പുകളില്ല, കമ്പിളി വസ്ത്രങ്ങളില്ല, കളിത്തൊട്ടിലില്ല, പശുവിന്റെ ഉപനീര് വീണ് കഴിഞ്ഞ ഒരു പുൽത്തൊട്ടിയിൽ പാരിന്റെ പ്രാണൻ കൈകാലികളാക്കി ചിരലോകി കിടന്നു. അവൻ മാളിക മുറിയിൽ പിറന്നില്ല, അവൻ കൊട്ടാരത്തിൽ വളർന്നില്ല. അതുകൊണ്ടാണ് കവി പറയുന്നത്, മാളിക മുകളിലെന്നും പിറന്നില്ല, കൊട്ടാരത്തിൽ ജനിച്ചില്ല. മാളിക മുകളിലെന്നും പിറന്നില്ല, കൊട്ടാരത്തിൽ ജനിച്ചില്ല. ബേത്ലഹേം ദേശത്തൊരു കല്ലിടാവൻ പിറന്നല്ലോ, പാടിട പോതാ അലകൾ പോലു നാം ഗാനങ്ങളിലാലപിക്കാം. മനസ്സിൽ തിങ്ങി വരുന്നൊരു ഗാനം പാടാൻ ഗായകരെ, അലകൾ പോലു നാം ഗാനങ്ങളിലാലപിക്കാം. മനസ്സിൽ തിങ്ങി വരുന്നൊരു ഗാനം പാടാൻ ഗായകരെ. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ മേശകൊണ്ട് വെളിയിൽ പാർക്കുന്നത് പതിവായിരുന്നു. ആ രാത്രി സ്വർഗത്തിലെ ഒരു ഗായക സംഘം തന്നെ വന്ന് ഒരു പാട്ട് പാടി. എന്താ പാട്ട്? അതെ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തുവിന്റെ രക്ഷിതാവ് ഇങ്ങനെ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവം തിരക്കുന്നു മനുഷ്യരുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും പെണ്ണിലും മന്ദാസമേ മധുര മനോഹര ഗാനം. മണ്ണിലും പെണ്ണിലും മന്ദാസമേ മധുര മനോഹര ഗാനം. അതേ പ്രിയരെ, അവൻ വഴിയരികിൽ പ്രസവിച്ചത് ചുമ്മാ പ്രസവിച്ചതല്ല. അവനെന്തോ കെട്ടുകഥകളല്ല. കാരണം അവന്റെ ജനനത്തിന് പിറകിൽ 14 പിതാക്കന്മാരുടെ തലമുറയുണ്ട്, 14 രാജാക്കന്മാർ ആ തലമുറയുടെ പിന്നിലുണ്ട്, 14 പ്രഭുക്കന്മാർ ആ
യേശുക്രിസ്തുവിനെ കണ്ട് കമ്പിവാചകം ഇങ്ങനെയാ: ശീലകൾ ചുറ്റി കീറ്റു ശീലകളിൽ പൊതിഞ്ഞ് മാട്ടും ശാല തമ്മിലിത കഷ്ടം കാറ്റുവയിൽ ശീതം ഉഷ്ണമൊക്കെ തന്റെ താൻ സഹിച്ചേറ്റം ശാന്തനായി കിടന്നുള്ളത്. ദാ വരുന്ന ആ കൂട്ടത്തെ കണ്ടോ? കിഴക്കിൽ നിന്ന് കണ്ട ഒരു നക്ഷത്രം. ആ നക്ഷത്രം കണ്ട് വിദ്വാൻമാർ കടന്നു വരികയാണ്. എന്താ നക്ഷത്രം? സൗരയുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിലെ ഏത് മനുഷ്യൻ ജനിച്ചാലും 27 നക്ഷത്രം, 9 ഗ്രഹം, 12 രാശി, 16 പക്കം, 96 തത്വം, ഇതിൽപ്പെടാത്ത ഒരു ജനനമില്ല. എന്നാൽ ഈ നക്ഷത്രത്തിലോ ഈ തത്വത്തിലോ ഈ പക്കത്തിലോ പെടാത്ത ഒരു നക്ഷത്രം അന്നുദിച്ചു. അതാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന നക്ഷത്രം. വിദ്വാൻമാർ കണ്ട് വണങ്ങി പിറകോട്ട് മാറി നിന്ന് അവരുടെ പൊക്കണത്തിൽ നിന്ന് സമ്മാനങ്ങൾ നൽകി. എന്തൊക്കെയാ സമ്മാനങ്ങൾ നൽകിയത്? പൊന്ന്, മൂര്, കുന്തിരിക്കം. പൊന്നെന്തിനെ കാണിക്കുന്നു? അവൻ രാജാതിരാജാവാണ്. മൂരെന്തിനെ കാണിക്കുന്നു? അവൻ പ്രവാചകനാണ്. കുന്തിരിക്കുന്നതിനെ കാണിക്കുന്നു? അവൻ പുരോഹിതനാണ്. വന്നു മകൻ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നു മൂറ് കുന്തിരിക്കം കാഴ്ചവെച്ചു. വന്നു മകൻ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നു മൂറ് കുന്തിരിക്കം കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവാദി എന്നിടത്തിൽ ചലവിച്ചു ഘോഷിക്കുന്നില്ല. ഉന്നതാധികാരമുള്ള മന്നവാദി എന്നു കണ്ട് ചലവിച്ചു ഘോഷിക്കുന്നില്ല. ശ്രീനരപതിയേ ശ്രീയോൻ മാണവാണനേ, ശ്രീനരപതിയേ ശ്രീയോൻ മാണവാണനേ. അതെ, അവർ വണങ്ങി നമസ്കരിച്ചു. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ മാത്രമാണ് സർവ്വമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ. യേശു ക്രിസ്തുവിന്റെ മുൻപുള്ള സകല മാനവരാശിയും പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നപ്പോൾ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് പ്രപഞ്ചത്തിന്റെ ഉദയ നക്ഷത്രം ഭൂമിയിലേക്ക് ഉദിച്ചത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ട് നടന്നു. ഇന്ന് രാത്രികാലം ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുത്തി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ സംഘാടക സമിതിയോടുള്ള എല്ലാവരും നന്ദി വന്ദനവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.